ഹായ് ഫ്രണ്ട്സ്, ബിഗ് സ്റ്റോറിയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും ദുരൂഹവും നിഗൂഢവുമായൊരു ഏരിയയെ പറ്റിയാണ്. അതെ, ഏരിയ 51. ഏരിയ 51 എന്നത് അമേരിക്കയിലെ സൗത്ത് നെവാഡയിൽ ക്രോം ലേക്കിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് അമേരിക്കയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു ബേസ് ക്യാമ്പായിട്ടാണ് പുറമെ അറിയപ്പെടുന്നത്. എന്നാൽ ഇതിനെപ്പറ്റി അനവധി കഥകൾ പറയപ്പെടുന്നു. ഇത് നഗരമധ്യത്തിൽ നിന്ന് വളരെ ദൂരം മാറി ഒരു മരുഭൂമിയിലേക്കാണ് ഈ ഒരു ഏരിയ സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഇവിടെ നിരവധി സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസും ഹെവി പ്രൊട്ടക്ഷൻസുമാണ് ഈ ഏരിയയിൽ ഉള്ളത്. പുറത്തുനിന്ന് ഒരു സാധാരണ ഒരാൾക്ക് ഇവിടെ എത്തിപ്പെടുക വളരെ ദുഷ്കരമാണ്. ഇങ്ങോട്ടുള്ള റോഡുകളെല്ലാം ക്ലോസ്ഡ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്ന ഒരു തിയറി, ഇത് അമേരിക്കയുടെ ആയുധ നിർമ്മാണം, ആയുധ ശേഖരം, അണ്വായുധങ്ങൾ നിർമ്മാണം, അണ്വായുധ പരീക്ഷണം എന്നിവ നടത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് പുറമെ പറയപ്പെടുന്നത്. അമേരിക്കയുടെ മിലിറ്ററി ഓപ്പറേഷൻസ്, സീക്രട്ട് ഓപ്പറേഷൻസ് എല്ലാം ഇവിടെയാണ് നടക്കുന്നതെന്നും പറയപ്പെടുന്നു. എന്നാൽ ചിലർ വിശ്വസിക്കുന്നത് ഇത് അന്യഗ്രഹ ജീവികളുടെ ഇടത്താവളമായിട്ടാണ്. നിരവധി അന്യഗ്രഹ ജീവികൾ ഇവിടെ വരാറുണ്ടെന്നും UFO, അതായത് അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ് അഥവാ കണ്ടതായും നിരവധി പേർ അവകാശപ്പെടുന്നു. മനുഷ്യരും അന്യഗ്രഹ ജീവികളുമായിട്ട് കോൺടാക്ട് നടക്കുന്ന ഏക സ്ഥലമാണ് ഏരിയ 51 എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇവിടെ വെച്ച് ഏലിയൻ ടെക്നോളജിയും ഹ്യൂമൻ ടെക്നോളജിയും മിക്സ് ചെയ്തിട്ടുള്ള ചില പരീക്ഷണങ്ങൾ, സീക്രട്ട് ഓപ്പറേഷൻസ് ഇവരുടെ ലാബുകളിൽ നടത്തുന്നതായും ചിലർ വിശ്വസിക്കുന്നു. 1950കളിൽ നിരവധി പറക്കുംതളികൾ സൗത്ത് നെവാഡയ്ക്ക് സമീപമായി കണ്ടതായി നിരവധി പേർ അവകാശപ്പെട്ടിട്ടുണ്ട്. ഒരു കാലം വരെ ഈ സ്ഥലത്തിൻ്റെ സാറ്റലൈറ്റ് ഇമേജസ് പോലും ലഭ്യമല്ലായിരുന്നു. ഈ സ്ഥലത്തേക്ക് പ്രവേശനമുള്ളത് ഹൈ റാങ്കിങ് ആയിട്ടുള്ള ഓഫീസേഴ്സിന് മാത്രമാണ്. അമേരിക്കൻ പ്രസിഡൻറ്റ്, സീനിയർ ആയിട്ടുള്ള സോൾജിയേഴ്സ് എന്നിവർക്ക് മാത്രമാണ് ഇങ്ങോട്ടുള്ള പ്രവേശനമുള്ളത്. എന്നാൽ ഇന്നും ഇവയെപ്പറ്റി ഒരു ധാരണ ഇതുവരെ ആർക്കും പുറത്തുവിടാനായിട്ടില്ല. സാധാരണക്കാരൻ എത്തിപ്പെടാത്തതിനാൽ ഇന്നും അതൊരു ചുരുളെഴുത്ത് രഹസ്യമായി തുടരുന്നു.